കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഡോക്ടർ അമൃത് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ അമൃത് കുമാർ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തേക്ക് വന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ. കാരണം കൂടിയാലോചനകൾ ഇല്ലാതെ സർക്കാർ എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു അതിബുദ്ധി എന്നെല്ലാം ഇപ്പോൾ പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതോടുകൂടി ഒരുപറ്റം കുട്ടികളുടെ ഭാവിയാണല്ലോ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. യഥാർത്ഥത്തിൽ ഈ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തത് തന്നെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോസ്പെക്ടസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു, പരീക്ഷ നടത്തുന്നു. പക്ഷെ പരീക്ഷ നടത്തി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് റിസൾട്ട് മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ റിസൾട്ട് മനസ്സിലാക്കിയതിനു ശേഷം പ്രോസ്പെക്ടസ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ വളരെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും ചർച്ചകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പ്രോസ്പെക്ടസിനെ യാതൊരു പഠനങ്ങളും ചർച്ചയും ഇല്ലാതെ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് വിദ്യാർത്ഥികൾക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നത് വളരെ വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഈ കുട്ടികൾക്ക് ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് 1:1:1 എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ് ആദ്യം കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് അത് 5:3:2 എന്ന് പറഞ്ഞൊരു ഫോർമുലയിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ 1:1:1 എന്ന ഫോർമുലയിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക്, എല്ലാത്തിനും തുല്യ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ദോഷം സംഭവിക്കുകയും അങ്ങനെ അല്ലാതെ വന്ന കുട്ടികൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതായത് ചില സബ്ജക്റ്റുകൾ കൂടുതൽ ചോദിക്കുന്നു, അവർക്ക് കൂടുതൽ വെയിറ്റേജ് നൽകുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ ഗ്ലോബൽ മീനും ഒഴിവാക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ പരീക്ഷയുടെ പ്രോസ്പെക്ടസ് കണ്ടു പഠിച്ച വിദ്യാർത്ഥികളെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ സഹായിക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹം നിലനിൽക്കുമ്പോൾ തന്നെ ഈ CBSE-യിലും ICSE-യിലും പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളും കേരളത്തിലെ കുട്ടികളാണ്.